പ്രത്യേകാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. യൂട്യൂബിലൂടെ ഇടുന്ന വീഡിയോയിൽ നിന്ന് ലഭിക്കുന്ന ഭാഗ്യ പരീക്ഷണങ്ങൾ, 3 കാലത്തിൽ ഒന്നുടയ്ക്കുന്ന പരിപാടികൾ, അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ എന്തായിരിക്കും ഫലം? അത്രമാത്രം ചിന്തിച്ചാൽ മതി. ഞങ്ങളും പണ്ട് രസത്തിന് ഈ വീഡിയോകളെല്ലാം കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ് ചെയ്തത്. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 41. എന്തിനേയും ഒറ്റയ്ക്ക് നേരിടുവാൻ പഠിക്കുക. കാരണം കൂടെയുള്ളവർ ഏത് നിമിഷം വേണമെങ്കിലും നമ്മിൽ നിന്നും അകന്നു മാറിയേക്കാം. നമസ്കാരം. ഹരേ കൃഷ്ണ. നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ ഈയിടെയായി കാണാറുണ്ട് അല്ലേ? അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ 3 അക്കത്തിലൊന്ന് തൊടൂ, നിങ്ങൾക്ക് വരുവാൻ പോകുന്ന ഭാഗ്യം ഞാൻ പറയാം. അതേപോലെ തന്നെ ഈ 3 കാലത്തിലൊന്നുടയ്ക്കൂ, നാളെ നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ വീട്ടിലേക്ക് നാളെ വരുന്ന ആ മഹാലക്ഷ്മി ആരാണെന്ന് ഞാൻ പ്രവചിക്കാം. അങ്ങനെയുള്ള ഒട്ടനേകം വീഡിയോകൾ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണാൻ ഇടയാകുന്നുണ്ട്. ആദ്യമൊക്കെ ഞങ്ങളും ചെറുതായിട്ടൊന്ന് പരീക്ഷിക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ പരിപാടി അങ്ങ് നിർത്തി. വീണ്ടും വീണ്ടും ക്രമാതീതമായിട്ട് അത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ ഇടയായപ്പോഴാണ് എന്നാൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ അങ്ങ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചത്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടു നോക്കുക. കൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും താഴെ കമന്റിൽ എഴുതുകയും ചെയ്യുക. ശരി, അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഓണമൊക്കെ ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയി പല വീഡിയോകളിൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു 3 അത്തപ്പൂക്കളം കൊടുത്തിരിക്കുന്നു. അതിൽ ഒന്നിൽ തൊടുവാൻ പറയുന്നു, അല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കുവാൻ പറയുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒന്നിൽ തൊടും. ശേഷം വീഡിയോ ചെയ്യുന്ന ആള് നമ്മൾ തിരഞ്ഞെടുത്ത പൂക്കളത്തിന്റെ സവിശേഷതകളും നമുക്ക് ലഭിക്കുവാൻ പോകുന്ന, ഓണത്തിന് ശേഷം ലഭിക്കുവാൻ പോകുന്ന സൗഭാഗ്യങ്ങളെയും പറ്റി വർണ്ണിക്കുവാനായിട്ട് തുടങ്ങുന്നു. ശേഷം മറ്റ് 2 നമ്മൾ തൊടാതെയിരുന്ന മറ്റ് 2 പൂക്കളത്തിന്റെയും സവിശേഷതകൾ പറയുന്നു. അദ്ദേഹം പറഞ്ഞു തീരുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ആശ്ചര്യം തോന്നും. ഷെടാ, ഞാൻ നടത്തുവാൻ പോകുന്ന പല കാര്യങ്ങളുമാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന്. ശരിക്കും സൈക്കോളജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മൈൻഡ് ട്രിക്കാണ്. കാരണം നമ്മൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വസ്തുവിന്റെ സവിശേഷതകൾ മാത്രമേ നമ്മൾ ആ ഒരു നിമിഷം ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാക്കി അദ്ദേഹം പറയുന്ന 2 വസ്തുക്കളുടെയും സവിശേഷതകളും നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമേ ആ 3 വസ്തുക്കളിലും ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട, ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ 2-3 ഗ്രന്ഥങ്ങളെ പറ്റി നമ്മൾ വീഡിയോകളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ ഒരു രസത്തിന് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഒരു നേരം പോക്കിന് ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും. അല്ലാതെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ ഒരിക്കലും ശ്രമിക്കരുത്. അത് മാത്രമേ പറയാനുള്ളൂ. കാരണം യാദൃശ്ചികവശാൽ ചിലർ ചെയ്യുന്ന വീഡിയോയിലെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എങ്കിൽ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കുവാൻ തുടങ്ങും. പിന്നെ ആ ഒരു തത്വം അന്ധമായിട്ട് വിശ്വസിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോകളും നമ്മൾ കാണുവാനായിട്ട് ശ്രമിക്കും. അതിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന വിശേഷപ്പെട്ട ദിവസം, അല്ലെങ്കിൽ ഇപ്പോൾ ജന്മാഷ്ടമിക്ക് ഈ പറഞ്ഞ നാളുകളിലുള്ള എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കും, മറ്റുള്ള നാളുകാർക്ക് വളരെയധികം മോശപ്പെട്ട ദിവസങ്ങളായിരിക്കും ഇനി വരുവാൻ പോകുന്നത് എന്ന് പറഞ്ഞു വന്നിരിക്കട്ടെ. ചിലപ്പോൾ ആ മോശപ്പെട്ട നാളിലുള്ള ഒരാളായിരിക്കും നമ്മൾ ആ വീഡിയോ കാണുന്ന വ്യക്തി. പിന്നീട് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് വിശ്വസിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മോശമായേ ഭവിക്കുകയുള്ളൂ. അതങ്ങനെയാണ്. നമ്മുടെ മനസ്സിലങ്ങനെ കിടക്കും, ഓ ശരി, ആ ഒരു ജ്യോതിഷൻ അല്ലെങ്കിൽ തിരുമേനി അങ്ങനെ പറഞ്ഞു, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, കുടുംബത്തിൽ ആകെ പ്രശ്നമായിരിക്കും, ഞാൻ നോക്കുന്ന ജോലി ഒന്നും എനിക്കിനി കിട്ടില്ല, അങ്ങനെ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ കടന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും സീരിയസ് ആക്കി എടുക്കരുത്. പ്രത്യേകാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. യൂട്യൂബിലൂടെ ഇടുന്ന വീഡിയോയിൽ നിന്ന് ലഭിക്കുന്ന ഭാഗ്യ പരീക്ഷണങ്ങൾ, 3 കാലത്തിൽ ഒന്നുടയ്ക്കുന്ന പരിപാടികൾ, അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ എന്തായിരിക്കും ഫലം? അത്രമാത്രം ചിന്തിച്ചാൽ മതി.
ഞങ്ങളും പണ്ട് രസത്തിന് ഈ വീഡിയോകളെല്ലാം കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഈ പറഞ്ഞ ജ്യോതിഷത്തിലൊക്കെയും അത്രമാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഈ ഭാഗ്യ പരീക്ഷണങ്ങളെല്ലാം സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നേരിട്ടൊരു ജ്യോതിഷനെ പോയി കാണുക, അല്ലെങ്കിൽ തിരുമേനിയെ പോയി കാണുക. ഇന്നത്തെ കാലഘട്ടമാണ്. തീർത്തും അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ പോകുവാൻ പാടുള്ളൂ. പോയി കണ്ട് അവരുമായി സംസാരിക്കുക, അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുക. അല്ലാതെ ഈ TV സീരിയലിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ സ്വന്തം കുടുംബത്തിലും ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കുവാൻ നോക്കുന്ന ഒരുപാട് അമ്മമാരെയും ആൻറ്റിമാരെയും ചേച്ചിമാരെയൊക്കെ നമുക്കറിയാം. അതുപോലെ ഇതും സീരിയസ് ആയിട്ട് കാണാതിരിക്കുക. ജസ്റ്റ് ഒന്ന് നോക്കുക, ചെയ്തു നോക്കുക. നല്ലതെങ്കിൽ നല്ലത്, മോശമെങ്കിൽ മോശം. പിന്നെ അത് മനസ്സിലിട്ടുകൊണ്ട് നടക്കരുത്. അത് തീർത്തും ദോഷം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയുള്ളൂ. ചിന്തകളുമായി, നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹൗ ടു പ്രേ ടു ഗോഡ് എന്നൊരു പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ അതിന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ആ ഒരു വീഡിയോകളൊക്കെ ഒന്ന് എടുത്ത് കാണുക. എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഈ സംഭവിക്കുന്നതിൻ്റെ അനന്തരഫലം കർമ്മമാണോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളാണോ എന്നെല്ലാം ഏറെക്കുറെ ഈ വീഡിയോ കാണുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക്, ഭക്തജനങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി അതുമല്ല, ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിക്കുവാൻ താല്പര്യം ഉണ്ടാച്ചാൽ തീർച്ചയായിട്ടും ഒരു 3-4 പുസ്തകങ്ങൾ പരിചയപ്പെടുത്താം. ഐ ആം ദ മൈൻഡ്, ഞാനാണ് മനസ്സ്. നമ്മൾ എന്നത്തെയും പറയാറുള്ളത് പോലെ തന്നെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി, സന്യാസിയെ പോലെ ചിന്തിക്കുക, ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന നാമധേയത്തിലുള്ള അനേകം പുസ്തകങ്ങൾ ഇപ്പോൾ നമുക്ക് വാങ്ങി വായിക്കുവാനായിട്ട് സാധിക്കും. പറ്റേച്ചാൽ അതൊക്കെ ഒന്ന് വാങ്ങി വായിക്കാട്ടോ. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. ഇന്നത്തെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്തു തന്നെയായാലും, മോശമായാലും നല്ലതായാലും എന്തു തന്നെയായാലും താഴെ കമൻറ്റിൽ ഒന്ന് എഴുതി അറിയിക്കാട്ടോ. ഇതൊക്കെ സീരിയസ് ആക്കി എടുക്കുന്ന എത്ര പേരുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വേറെയൊന്നുമില്ല, എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി പുതിയ പുതിയ ക്ഷേത്ര അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാട്ടോ. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും 2 കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം. ബാക്കെല്ലാം നന്ദി, നമസ്കാരം.